ഹലോ, ശരത് വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ശ്രീരാമക്ഷേത്രത്തെക്കുറിച്ചാണ്. വയനാട് ജില്ലയിലെ മുത്തങ്ങ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം മുത്തങ്ങ കഴിഞ്ഞിട്ട് പൊൻകുഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നമ്മളെ ബാംഗ്ലൂർ റൂട്ടാണ്. അപ്പം പൊൻകുഴി ശ്രീരാമക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വളരെ പുരാതനമായൊരു ക്ഷേത്രമാണ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും കൂടെ ഒന്ന് കയറി നോക്കുക, മറ്റ് വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. പിന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ അവിടെ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. എന്നാൽ ഈ വീഡിയോ കുറച്ചും കൂടെ എല്ലാവരിലേക്കും റീച്ച് ആവും. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും കൂടെ ഒന്ന് ചെയ്യുക. അപ്പം നമുക്ക് നേരെ ഞാൻ വലിച്ചു നീട്ടുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം. ഈ കാണുന്നതാണ് പൊൻകുഴി ശ്രീരാമക്ഷേത്രം. വയനാട് ജില്ലയിലെ മുത്തങ്ങയ്ക്കടുത്തായിട്ടാണ് പൊൻകുഴി ശ്രീരാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വയനാട്ടിൽ നിന്നും കർണാടകയിലേക്ക് പോകുന്ന നാഷണൽ ഹൈവേയുടെ സമീപത്ത് തന്നെയാണ് ഈ മനോഹരമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വരുന്നവരോട് എനിക്കെടുത്ത് പറയാനുള്ള ഒരു കാര്യം, വാഹനം നിർത്തി റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം. കാരണം നല്ലൊരു വളവിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വാഹനങ്ങൾ വളരെ വേഗത്തിലായിരിക്കും കടന്നു വരിക. അപ്പോൾ ഇവിടെ വരുന്നവരെന്തായാലും അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ശബരിമല സീസണിൽ അയ്യപ്പന്മാർക്കായിട്ട് ഉള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് സീതാദേവിയുടെയും ഹനുമാൻ സ്വാമിയുടെയും പ്രതിഷ്ഠയുള്ളൊരു ക്ഷേത്രം കൂടെയുള്ളത്. വനത്തോട് ചേർന്ന് ധാരാളം വന്യമൃഗങ്ങളുടെ പ്രസൻസ് ഉള്ള ഒരു ഏരിയയിൽ തന്നെയാണ് ഈ മനോഹര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് മറ്റു ഉപദേവന്മാരുടെയും ദേവതകളുടെയും പ്രതിഷ്ഠയുമുണ്ട്. ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തായി നമുക്കൊരു നദിയും കാണാം. ഇവിടെ ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങളും ഉണ്ടാവാറുണ്ട്. പിന്നെ ധാരാളം വാനരന്മാരെ അല്ലെങ്കിൽ കുരങ്ങന്മാരെ ഇവിടെ കാണാൻ സാധിക്കും. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. തക്കം കിട്ടിയാൽ ഇവർ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തട്ടിപ്പറിച്ച് ഓടുകയും ചെയ്യും. പക്ഷേ വലിയൊരു ഉപദ്രവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനടുത്തൊക്കെ പോയിട്ടും അവരവരുടെ ആ ഒരു കലാപരിപാടികളിൽ മുഴുകി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. എന്തായാലും ഒരു മനോഹരമായ ക്ഷേത്രമാണ്. വയനാട്ടിൽ വരുന്നവർ എന്തായാലും ഈ ഒരു ക്ഷേത്രം നിങ്ങളുടെ ആ യാത്രയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ ഉൾപ്പെടുത്തുക. രാമായണവുമായി വളരെയേറെ അടുത്ത ബന്ധമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ശ്രീ പൊൻകുഴി ശ്രീരാമക്ഷേത്രം. ശ്രീരാമനാൽ ഉപേക്ഷിക്കപ്പെട്ട സീതാദേവി ലക്ഷ്മണനോടൊപ്പം മുത്തങ്ങയ്ക്കടുത്തുള്ള പൊൻകുഴിയിലെത്തി എന്നാണ് ഐതിഹ്യം. ഏറെ ദുഃഖിതയായ സീതാദേവി ഇവിടെ ഇരുന്ന് കരഞ്ഞു എന്നും ആ കണ്ണുനീരാൽ ഇവിടെ ഒരു തടാകം രൂപപ്പെട്ടു എന്നും ഐതിഹ്യത്തിൽ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച ഓപ്പോസിറ്റ് സൈഡിലുള്ള സീതാദേവി ക്ഷേത്രത്തിന്റെ സമീപമായിട്ടാണ് നമുക്ക് ആ ഒരു തടാകം കാണാൻ സാധിക്കുക. അതും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. എന്നെ ഇവിടെ ഏറെ അത്ഭുതപ്പെടുത്തിയത് ഇവിടുത്തെ ഒരു ശാന്തതയാണ്. നാഷണൽ ഹൈവേക്ക് സമീപത്തായിട്ടുകൂടി പ്രത്യേകിച്ച് വലിയൊരു ശബ്ദ കോലാഹലങ്ങളോ ഒന്നും നമുക്കിവിടെ കേൾക്കാൻ സാധിക്കില്ല. ധാരാളം കാട്ടുപക്ഷികളുടെ പല രീതിയിലുള്ള കരച്ചിൽ നമുക്കിവിടെ നിന്ന് കേൾക്കാം. പിന്നെ കുരങ്ങന്മാരുടെ അവരുടെ അടികൂടുമ്പോൾ ഉള്ള ശബ്ദവും ഇതൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. നമുക്കെന്തായാലും ഇവിടെ നിന്ന് ആ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള സീതാദേവി ക്ഷേത്രത്തിലേക്ക് കൂടെ ഒന്ന് പോയിട്ട് വരാം. ഇവിടെയുള്ളത് സീതാദേവിയുടെയും ഹനുമാൻ സ്വാമിയുടെയും പ്രതിഷ്ഠകളാണ്. ഈ ആദ്യം കാണുന്നതാണ് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം. അതിന് സമീപത്തായിട്ട് തന്നെയാണ് സീതാദേവിയുടെയും ഒരു മനോഹരമായ കൊച്ചു ക്ഷേത്രമുള്ളത്. സീതാദേവിയുടെ ആ ഒരു ക്ഷേത്രത്തിന് സമീപത്തായിട്ട് തന്നെ വളരെ മനോഹരമായ ഒരു വലിയൊരു ആൽമരവും നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമാണ് ഈ ഒരു ക്ഷേത്ര പരിസരം. ആൽമരവും ധാരാളം പുൽത്തകിടുകളും അതിന് നടുക്ക് കൊച്ചു 2 ക്ഷേത്രങ്ങളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണത്. ഇടയ്ക്കിവിടെ ആനകളിറങ്ങി ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലൊക്കെ തകർത്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് ആനകളുടെ ഒരു പ്രസൻസ് ഉള്ള ഏരിയയാണ് മുത്തങ്ങയും പൊൻകുഴിയും. ഈ ക്ഷേത്രങ്ങൾക്ക് സമീപത്ത് തന്നെയാണ് സീതാദേവിയുടെ കണ്ണുനീർ കൊണ്ട് രൂപപ്പെട്ട തടാകമുള്ളത്. ഇതാണത്. ഇവിടെ നിന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന സീതാദേവിയെ വാത്മീകി മഹർഷി തൻ്റെ പുൽപ്പള്ളിയിലുള്ള ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് ഐതിഹ്യം. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി.